എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പൊട്ടറ്റോ ചീസ് ബോൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. വൈകുന്നേരം ഈവനിങ് സ്നാക്കായി കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിൽ വേവിച്ച് ചൂടോടുകൂടെ തൊലി കളഞ്ഞ് ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 3 പച്ചമുളകിൻ്റെ അകത്തെ കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്. കൂട്ടിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 100 ഗ്രാം ചീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്യൂബായിട്ട് മുറിച്ച് പൊട്ടറ്റോ ബോളിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ചതിന് ശേഷവും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. 2 കഷ്ണം വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒട്ടും കഷ്ണങ്ങളില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. കൈകൊണ്ടുകൂടി ഒന്ന് പൊടിച്ചു നോക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് പൊടിയാത്ത വല്ല കഷ്ണങ്ങളും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഉരുളക്കിഴങ്ങെല്ലാം നല്ലവണ്ണം പൊടിഞ്ഞതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന കൂട്ടുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞെടുക്കുന്ന കൂട്ടുകളും ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന കൂട്ടുകളും മാക്സിമം ചെറുതായിട്ട് വേണം ചെയ്തെടുക്കാൻ. വലുതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വറുത്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനും എണ്ണ കയറാനും സാധ്യതയുണ്ട്. ഇവിടെ എടുത്തു വെച്ചിരുന്ന കൂട്ടുകളെല്ലാം ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ബോൾ ഉണ്ടാക്കുമ്പോൾ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പാകത്തിന് ബോളാക്കി എടുക്കാൻ പറ്റും. ബോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലോ ബട്ടറോ തടവി കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ബോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ കയ്യിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ പുരട്ടിയിരുന്നു. ഇവിടെ 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ പൊട്ടറ്റോ ബോൾസ് റോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ്. ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഓരോ ബോളും ഈ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. കൂട്ടിൽ മുഴുവനായിട്ടാണ് ചീസ് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വരുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് വരും. ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ ബോളും ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിയൊന്ന് സെറ്റായിട്ട് വരണം. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ വറുത്ത് കോരിയെടുക്കാൻ പാടുള്ളൂ. വെജിറ്റബിൾ ഓയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ പൊട്ടറ്റോ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. തീരെ ചെറിയ തീയിലുണ്ടാക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞും പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കുഴിവുള്ള പാത്രത്തിലാണ് ഇവിടെ ഇത് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് 4 എണ്ണം വീതം മാത്രമേ ഇത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.
പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.